നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. തുടങ്ങിക്കഴിഞ്ഞു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന സമയം. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. ഭാഗ്യം തെളിയുകയാണ്. ഇവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി എന്നോണം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ദുരിതപൂർണമായ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സൗഭാഗ്യ വർധനവ് വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കുന്നു. ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം അവർ ജീവിച്ച് തീർക്കാനുള്ള സാഹചര്യങ്ങൾ, വലിയ മാറ്റങ്ങൾ, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. സാമ്പത്തിക മുന്നേറ്റം ഈ നക്ഷത്രക്കാരെ തേടി വരുന്നു. മികച്ച അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക, ഇഷ്ടദേവന്റെയോ ദേവിയുടെയോ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതിനും എല്ലാവിധ ആത്മീയമായ ഊർജത്തോടുകൂടി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതിനും ഈ ഒരു കാര്യം സാധിക്കും. ഇഷ്ടദേവന്റെയോ ധർമ്മദേവതയുടെയോ കുടുംബ ദേവതയുടെയോ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ഇപ്പോൾ പറയുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ഭാഗ്യത്തിൻ്റെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിത്യേനയുള്ള പൂജയിൽ താങ്കളുടെ സാന്നിധ്യവും താങ്കളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള അകമഴിഞ്ഞ സങ്കല്പവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള പൂർണ്ണ സമർപ്പണം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ദേവിയോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഐശ്വര്യവും സൗഭാഗ്യമൊക്കെ വർദ്ധിച്ച് വരും. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം വന്നു ചേരുകയും ജീവിതത്തിലെ ഇതുവരെ അനുഭവിച്ച സകലവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴി തെളിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കയ്യിൽ ഒരു തരി പണമോ പൊന്നോ ഇല്ലാത്തവർ പോലും അവിടെ യഥാർത്ഥ സമയത്തിൻ്റെ അനുകൂലമായ സ്ഥിതിയിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറും. ആ ബുദ്ധിമുട്ടുകൾ മാറാനുള്ള ശ്രമം, അതിനുള്ള വഴികൾ, അതിനുള്ള അവസരം ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ആ ദുഃഖങ്ങളൊക്കെ മാറും. വലിയ വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവർക്ക് ഒരുപാട് സങ്കട കടലിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനുള്ള മറുപടി എന്നോണം ഇവരുടെ ജീവിതത്തിൽ പല സ്വപ്നങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നു. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. അത്തരത്തിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോയിട്ടുണ്ട്. അതിൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നു. മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഭാഗ്യത്തിന്റെ കൊടുമുടി കയറാൻ സാധിക്കുന്ന, ഇവിടെ പ്രാർത്ഥനകൾക്ക് പൂർണ്ണ തോതിലുള്ള ഫലം ലഭിക്കുന്ന, പൂർണ്ണ മനസ്സോടുകൂടിയുള്ള സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ജയം ഉറപ്പാണ്. ഒരു സംശയ ലേശമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. വലിയ വലിയ പരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ഉണ്ടാകുമെങ്കിലും എല്ലാവിധ തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ തേടിയെത്താൻ പോകുന്ന ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും ഇവർക്ക് വന്നു ചേർന്നു. ജീവിതത്തിൽ കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും അധികം അനുകൂലമായ സമയം വന്നു ചേർന്നു. നഷ്ടബോധമില്ലാതെ നഷ്ടങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മാനസിക വ്യതകൾ, മാനസിക പിരിമുറുക്കം, ജീവിതത്തിൽ ഇനി നിരാശ മാത്രമേ ഉണ്ടാകൂ എന്ന് വിചാരിച്ച സമയത്താണ് ഇവരുടെ മാറ്റങ്ങൾ കാണുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് ഈ നക്ഷത്രക്കാർ വലിയ തോതിൽ ഉയർച്ചയിലേക്ക് വന്നു ചേരും. ഇവിടെ സൗഭാഗ്യങ്ങൾ തേടിയെത്താനുള്ള അവസരം തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കഷ്ടപ്പാടുകൾ മാറുന്നു. ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യ നേട്ടങ്ങൾ വന്നു ചേരുന്നു. സൗഭാഗ്യ വർധനവ്, ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. രക്ഷപ്പെടും. എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും ലഭിക്കും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾ മാറുകയും വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയും വീടിനൊരു സ്വപ്നം പൂവണിയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് കയ്യിൽ ഒരുപാട് പണം വന്നു ചേരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്നു. പൂജ്യത്തിൽ നിന്ന് പോലും അവരുടെ ജീവിതത്തിൽ ലക്ഷങ്ങളും കോടികളും ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. അനാവശ്യമായ ചെലവിൽ നിന്നും മോചനം ഉണ്ടാകണം. അതിനുവേണ്ടി ശ്രദ്ധിച്ച് ചെലവുകൾ കണക്കാക്കണം. ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം വിദ്യാർത്ഥികൾക്കും വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന അലസത, ദോഷദുരിതങ്ങൾ ഇതൊക്കെ മാറി അവരുടെ ജീവിതത്തിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. വലിയ രോഗദുരിതങ്ങളിൽ നിന്നും ദോഷദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച രീതിയിൽ ഇവരുടെ ആരോഗ്യപൂർണമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് സ്വപ്നം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വീടെന്നൊരു സ്വപ്നം അവർക്ക് സംഭവിക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള ഒരു സ്വപ്നം, നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും തൊഴിൽ നേട്ടം വന്നു ചേരുന്നതിനും അതൊരു സ്വപ്നമായി കൊണ്ടു നടന്നത് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിൻ്റെ എല്ലാവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ കാണുന്നു. വീട് സ്വന്തമായി വന്നു ചേരുകയും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ലക്ഷ്മി കടാക്ഷത്തോടു കൂടി അവർക്ക് ഇനി വരാൻ പോകുന്നത് നല്ല സമയത്തിൻ്റെ അനുകൂലമായ സ്ഥിതിവിശേഷമാണ്. ഭാഗ്യം ഇവരുടെ മുന്നിൽ വരും. ഇവരുടെ കുടുംബത്തിലുള്ള വീട്ടിലുള്ള പൂജാമുറിയിൽ നിത്യവും നെയ്വിളക്ക് കത്തിച്ച് ഇഷ്ടദേവന്റെയോ ദേവിയുടെയോ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകുകയും ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭാഗ്യ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വ്യക്തിപരമായ നേട്ടങ്ങളും കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് എനർജി വന്നു ചേരുകയും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുന്നു. മഹാഭാഗ്യവും മഹാഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ദോഷദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരും വിശ്വസിക്കാതെ എല്ലാവരും പുച്ഛിച്ചു തള്ളുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടുന്നു. എല്ലാ വിധത്തിലുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഇവർ മുന്നോട്ട് പോകുന്നു. അതിൽ മനസ്സിൽ ഉള്ള പ്രാർത്ഥന അവരുടെ രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി ഇവർക്ക് വന്നു ചേരുന്നു. വലിയ അത്ഭുതങ്ങളും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള അവസരം, യാത്രകൾ ഒരുപാട് ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും അതിലൂടെ മികച്ച നേട്ടങ്ങളും കൊയ്യാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സൗഭാഗ്യവർദ്ധനവ് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.